നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലി സന്ദർശിക്കുകയാണ്. ഇറ്റലിയിൽ നിന്നും ചില രസകരമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ മെലോനിയും മോദിയും തമ്മിലുള്ള സൗഹൃദം അത് സമൂഹ മാധ്യമങ്ങളൊക്കെ ആഘോഷമാക്കുന്നതാണ്. അതിനു പിന്നാലെ മെലോനിക്ക് മോദി മെലഡി സമ്മാനമായി നൽകിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി മോദി ഒരു സമ്മാനം കൊണ്ടുവന്നു എന്ന് ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജ മെലോനി പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട്. ഉറ്റ സുഹൃത്തിന് നരേന്ദ്രമോദി നൽകിയ സമ്മാനം ഒരു പാക്കറ്റ് പാർലെ മെലഡി മിഠായികളാണ്. ഇത് ലോകമെങ്ങും വാർത്തയായിരിക്കുകയാണ്. രാജ്യാന്തര വേദികൾ ഇരുവരുടെയും സൗഹൃദം ശ്രദ്ധിക്കപ്പെട്ടതോടെ തരംഗമായ ഹാഷ്ടാഗാണ് മെലഡി. ഇരുവരുടെയും പേരിന് ചേർത്ത് വെച്ചിട്ടുള്ള മെലഡി എന്ന ഒരു ഹാഷ്ടാഗ് അല്ലെങ്കിൽ മെലഡി എന്ന് ഇരു കൂട്ടരുടെ സൗഹൃദത്തെ വിശേഷിപ്പിക്കാറുണ്ട്. എന്തായാലും സർപ്രൈസ് സമ്മാനം വൈറലായിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷം ഇറ്റാലിയൻ പ്രധാനമന്ത്രി അറിയിക്കുകയും ചെയ്തു. മോദി മെലോനിയും ക്യാമറയ്ക്ക് മുന്നിൽ മിഠായികളുമായി നിൽക്കുന്ന വീഡിയോ മെലോനി എക്സ്പോ പങ്കുവയ്ക്കുകയായിരുന്നു. പ്രധാനമന്ത്രി മോദി ഒരു സമ്മാനം കൊണ്ടുവന്ന് വളരെ നല്ല ടോഫി എന്നാണ് മെലോനി പറയുന്നത്. മെലഡി എന്ന് മോദി മറുപടി പറയുന്നത് വീഡിയോയിൽ കാണാം. പറഞ്ഞു തീരും മുൻപ് തന്നെ ഇരുവരും പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പാർലയുടെ ഗ്രാഫ് ഇതോടെ ഉയർന്നിരിക്കുകയാണ്. നിക്ഷേപകർ പാർലയുടെ ഷെയറുകൾ വാങ്ങിക്കൂട്ടിയതോടെ ഓഹരി വില 5% ഉയർന്നു. പക്ഷേ കൗതുകലേശം കൂടിപ്പോയ നിക്ഷേപകർ അമളി തിരിച്ചറിയാൻ വൈകി. മെലഡി നിർമ്മിക്കുന്ന കമ്പനി എന്ന് കരുതി വാങ്ങിക്കൂട്ടിയത് മാലിന്യ സംസ്കരണ കമ്പനിയായ പാർലെ ഇൻഡസ്ട്രീസിന്റെ ഓഹരികളാണ്. മെലഡിയുടെ സ്വന്തം പാർലെ പ്രോഡക്ട്സ് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുമില്ല. വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു. സാധാരണക്കാരുടെ തലയ്ക്ക് മുകളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ കൊടുങ്കാറ്റ് അടിക്കുമ്പോൾ ഇറ്റലിയിൽ മിഠായി കൊടുക്കുന്ന തിരക്കിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചു. ഈ സർക്കാരിന്റെ ഭരണ ദുരിതത്തിൽപ്പെട്ട് കഴിയുന്ന ജനങ്ങൾ തന്റെ പ്രഭാഷണം മെലഡി പോലെ കേൾക്കണമെന്നാണ് മോദി ആഗ്രഹിക്കുന്നതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ പരാമർശം അനുചിതവും ഇന്ത്യയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തിന് ചേരാത്തതുമാണെന്ന് BJP ദേശീയ പ്രസിഡന്റ് നിതിൻ നവീൻ കുറ്റപ്പെടുത്തി. അതേസമയം മെലോനിക്ക് സമ്മാനമൊക്കെ നൽകിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്താഴ വിരുന്നിൽ പങ്കെടുത്തു. ചരിത്ര പ്രസിദ്ധമായ കൊളോസിയം സന്ദർശിച്ചു. ഇതിന്റെ ചിത്രങ്ങളും വൈറലാണ്.